ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് അടുത്തു വെച്ചിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. വല്ലാതെ ഭയത്തോടുകൂടി മാത്രം ഓർക്കാൻ കഴിയുന്ന, എത്ര കാലം കഴിഞ്ഞാലും 114 കഴിഞ്ഞു പോയാലും ഒരു വിശ്വാസിക്ക് ആ പ്രേമ രാജാവിന്റെ ആശിക്കിന്റെ സ്നേഹം തന്നുകൊണ്ട് മനസ്സിനെ പിടിച്ചടക്കിയ മുത്ത് റസൂലിന്റെ വിയോഗത്തെ കൽബ് പൊട്ടുന്ന വേദനയോടുകൂടി എല്ലാരെ പറയാൻ കഴിയില്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ നായകൻ വിട പറഞ്ഞു പോയപ്പോ എന്റെ ഉമ്മോ, നിങ്ങളുടെ സ്വലാത്ത് കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് നേട്ടം തരുമെങ്കിൽ, നിങ്ങളുടെ മൗലിദ് കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് നേട്ടം തരുമെങ്കിൽ, നിങ്ങളുടെ പ്രവാചക പ്രേമം കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് നേട്ടം തരുമെങ്കിൽ, ആ പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സലാത്തിൽ കുറവ് വരല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സലാത്ത് ഓരോ നിമിഷം നിങ്ങൾ ചൊല്ലുമ്പോൾ അത് നിങ്ങളുടെ കാവലാണ്. വന്നസിറായിലെന്നൊരു നാളിൽ ജദ്ദുൽ ഹുസൈന്റെ റൂഹെടുക്കാൻ, വന്നസിറായിലെന്നൊരു നാളിൽ ജദ്ദുൽ ഹുസൈന്റെ റൂഹെടുക്കാൻ, ഫാത്തിമ ബീവി തൻ ഖൽബിൽ മിന്നും പൊന്നും പ്രഭയാം നൂറണയ്ക്കാൻ, ഫാത്തിമ ബീവി തൻ ഖൽബിൽ മിന്നും പൊന്നും പ്രഭയാം നൂറണയ്ക്കാൻ, പുണ്യനബിന്റെ വഫാത്ത് ദിനത്തിൽ നിശ്ചലമായ മദീനയല്ലേ, പുണ്യനബിന്റെ വഫാത്ത് ദിനത്തിൽ നിശ്ചലമായ മദീനയല്ലേ, ഖൽബുകളായിരമായിരമായിരം കണ്ണീരായി കഴിഞ്ഞതല്ലേ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഹദീസുകൾ പറയുകയാണ്, കിതാബുകൾ പറയുകയാണ്. പ്രവാചകന്റെ അടുത്ത് വെള്ളം കൊണ്ട് നിറച്ച ഒരു പാത്രം വെച്ചിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ആ പാത്രത്തിൽ ഇരിക്കുന്ന വെള്ളത്തിലേക്ക് കൈകൊണ്ട് തൊട്ടിട്ട് തന്റെ കൈകൊണ്ട് നെറ്റിയിൽ ഇങ്ങനെ തടവിയിരുന്നു. അല്ലോ, പാത്രത്തിൽ വെള്ളം നിറച്ചു വെച്ചിരുന്നപ്പോൾ ആ വെള്ളത്തിൽ തന്റെ കൈകൊണ്ടൊന്ന് തടവിയിട്ട് തന്റെ ശരീരത്തിലേക്ക് ആ വെള്ളം കൊണ്ടൊന്ന് തടവിയിട്ട് കണ്ണീരോടുകൂടി അല്ലാഹുമ്മ ഹവ്വിൻ അലയ്യ സക്രാത്തിൽ മൗത്ത്, അല്ലാഹുവേ ഈ മരണവെപ്രാളത്തെ ഒന്ന് കുറച്ചു തരണേ അല്ലാ, ഈ ബേജാറിനെ ഒന്ന് കുറച്ചു തരണേ അല്ലാ, ഈ വേദനയെ ഒന്ന് കുറച്ചു തരണേ അല്ലാ, ഈ നൊമ്പരത്തെ ഒന്ന് കുറച്ചു തരണേ അല്ലാ, ഈ സങ്കടത്തെ ഈ ബേജാറിനെ ഒന്ന് കുറച്ചു തരണേ അല്ലാ എന്ന് ദുആ ചെയ്തതാരാണ്? സ്നേഹനായകൻ നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് മറക്കുന്നവരെ, നിസ്കാരം മറക്കുന്നവരെ, പരിശുദ്ധ റജബ് മാസത്തിന് നോമ്പ് സുന്നത്തില്ലെന്ന് പറഞ്ഞ് മിഅ്റാജ് അത്ഭുതമല്ലെന്ന് പറഞ്ഞ് ചങ്ങരംകുളം ടൗണിൽ നിന്നിട്ട് പരിശുദ്ധ മിഅ്റാജിനെ കാലുകൊണ്ട് തട്ടിക്കളിച്ചവരെ, ഇനി വരുന്ന ശഅബാനാണെങ്കിലും റമളാനാണെങ്കിലും തറാവീഹ് ആണെങ്കിലും ഉലമാക്കളെയാണെങ്കിലും മജ്ലിസുൻ നൂറാണെങ്കിലും സഹചാരിയാണെങ്കിലും സമസ്തയാണെങ്കിലും SKSSF ആണെങ്കിലും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനമാണെങ്കിലും പാണക്കാട് സയ്യിദന്മാരാണെങ്കിലും സാദാത്യങ്ങളാണെങ്കിലും ഉലമാക്കളാണെങ്കിലും അല്ലാഹുവിന്റെ ആരിഫീങ്ങളാണെങ്കിലും കാലുകൊണ്ട് തട്ടിക്കളിക്കുന്നവരെ, ആരാണ് ശാശ്വതമായി ലോകത്ത് ജീവിച്ചിരിക്കുന്നത്? പോയില്ലേ? എത്ര പേരെ കൊണ്ടുവന്നടക്കിയില്ലേ? എത്ര പേർക്ക് ഖബർ വെട്ടിക്കൊടുത്തില്ലേ? എത്ര പേരുടെ മരണവെപ്രാളം കണ്ണുകൊണ്ട് കണ്ടില്ലേ? എത്ര പേരെ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടിറങ്ങുമ്പോ ഉമ്മയും ബാപ്പയും മക്കളും തേങ്ങി 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 കരയുന്നത്? മയ്യത്ത് കട്ടലിന്റെ പിന്നാലെ എന്റെ വാപ്പയെ കൊണ്ടുപോകല്ലേ, എന്റെ ഉമ്മയെ കൊണ്ടുപോകല്ലേ, എന്റെ ഉമ്മായെ കൊണ്ടുപോകല്ലേ, എന്റെ ഇക്കയെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് പുറകെ നടന്ന് നിലവിളിച്ച പ്രിയപ്പെട്ട എത്ര മക്കളെ കണ്ടവരാണ്? എന്ത് ചെയ്തു ചങ്ങലകുളപ്പ ചെറുപ്പക്കാരോ? എന്ത് ചെയ്തു എന്റെ പെരുമ്പാളിലെ ഉമ്മോ? പരിശുദ്ധ റജബ് 27 രാത്രിയിൽ തലയിൽ തട്ടമിട്ടുകൊണ്ട് ഈ സഹചാരിയുടെ റാല് കേൾക്കാൻ വേണ്ടി വന്നിരുന്ന ഉമ്മയോട് ചോദിക്കുകയാണ്, മരണമെന്ന് പറയുമ്പോ കണ്ണ് നിറഞ്ഞിട്ട് തട്ടം കൊണ്ട് കണ്ണീർ തുടച്ചിട്ട് പോയാ പോരങ്ങള്, മരണത്തിന്റെ അവസ്ഥയെ
കുറിച്ച് വാത് കേൾക്കുമ്പോ ആ സരസിൽ വന്നിരുന്ന് മനസ്സ് വേദനിച്ചിട്ട് എഴുന്നേറ്റ് പോയാ പോരെ ചെറുപ്പക്കാരോ. സമ്പാദിക്കണം മോനെ, ഒരുങ്ങണം മോനെ, പരിശ്രമിക്കണം മോനെ, ഒരുങ്ങണം മോനെ, ത്യാഗം ചെയ്യണം മോനെ. തീപാറുന്ന കണ്ണുകളുമായി പുറന്നിറങ്ങുന്ന സായിരുന്ന മുമ്പിൽ ധൈര്യത്തോടെ കിടന്നു കൊടുക്കാൻ പറ്റുന്ന ഈമാനിന്റെ ചങ്ക് വാർത്തെടുക്കണം ചെറുപ്പക്കാരാ. അവിടെയാണ് അല്ലാഹുവിന്റെ പൊരുത്തം നമുക്ക് ലഭിക്കുന്നത്. അവിടെയാണ് അല്ലാഹുവിന്റെ തൃപ്തി നമുക്ക് ലഭിക്കുന്നത്. ആരാണ് ഖലീലുല്ലാഹ്? ആരാണ് ഖലീലുല്ലാഹ്? പരിശുദ്ധ ദുൽഹജ്ജ് മാസം എത്തുമ്പോ പള്ളികളിൽ, മദ്രസകളിൽ, പഠന ക്ലാസുകളിൽ, സംഘടനാ കോഴ്സുകളിൽ, ക്യാമ്പുകളിൽ, ചർച്ചകളിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അറിയുമല്ലോ ആരാണ് പ്രിയപ്പെട്ടവരെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈമാനിന്റെ ശക്തി കൊണ്ട് ആകാശത്തൂടെ പാറി പറന്നു പോകുന്ന പറവകളെ കരിച്ചു കളയുന്ന നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്ന മഹാനാണ്. എത്രാമത്തെ വയസ്സിലാണ്? 16ാമത്തെ വയസ്സിലാണ്. 16ാമത്തെ വയസ്സിലാണ്. ചങ്കരംകുളത്തെ ചെറുപ്പക്കാര് പൂരപ്പറമ്പിൽ വെടിപെട്ടിരിക്കുമ്പോ ഉടുമുണ്ടിരുന്ന് കറക്കിയിട്ട് നൃത്തം ചെയ്യുന്ന പ്രായമാണ് 16ന്റെ പ്രായമെന്ന് പറയുന്നത്. ആ 16ാമത്തെ വയസ്സിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം രോമാഞ്ചത്തോടെ പറയുന്നത്തെ അലൈഹിസ്സലാം എന്ന് രോമാഞ്ചത്തോടെ പറയുക. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ അഭിമാനത്തോടെ വലിച്ചെറിയപ്പെടുമ്പോ മലക്കുകളോട് പറഞ്ഞു, എനിക്ക് സഹായം വേണ്ട, എനിക്ക് മഴ വേണ്ട, എനിക്ക് കാറ്റ് വേണ്ട, എനിക്ക് സംരക്ഷണം വേണ്ട. എന്നെ പടച്ച തമ്പുരാൻ ഉമ്മയുടെ ഉദരത്തിനകത്ത് എന്നെ സൃഷ്ടിച്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, ആ പടച്ച തമ്പുരാന്റെ തീരുമാനം എന്താണോ അതിനപ്പുറത്തേക്ക് ഇബ്രാഹിമില്ലോ.